ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. ഇത് നമ്മൾ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് കുറേ ഉണ്ട് നമുക്കറിയാൻ പഠിക്കാൻ. ഇത് തന്നെ ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, സ്പീഡ് കൂട്ടിയിട്ട് കാണുക, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറയുന്ന കേൾക്കാൻ താല്പര്യമെങ്കിൽ ഞാൻ പറയുന്ന അതേ സ്പീഡിൽ തന്നെ കേൾക്കുക. ഞാൻ തന്നെ ഇച്ചിരി സ്പീഡിലാണ് പറയുന്നത്, അപ്പോൾ നിങ്ങളങ്ങനെ കേട്ടാലും മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതായത് നമുക്ക് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. ഒന്നാമത് ചെയ്ത് നോക്കാം. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത്. അപ്പോൾ 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഓർത്തിരിക്കുമല്ലോ, ഇന്ത്യയാണ്. ഇന്ത്യ. ഞാൻ എൻ്റെ പേനയുടെ കളറൊന്ന് മാറ്റിയതാണ്. പേനയുടെ കളർ മാറുന്നില്ല. ഇപ്പോൾ കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയാണ് ചാമ്പ്യൻസ് ട്രോഫി 2025 വിന്നർ. അടുത്ത ചോദ്യം നോക്കുക. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഇപ്പോൾ ശനിയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മേളത്തൊരു ചോദ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇന്ത്യയെ ആരെയാണ് തോൽപ്പിച്ചത്? ഇന്ത്യയുടെ എതിരായിട്ട് കളിച്ചത് ന്യൂസിലാൻഡ് ആയിരുന്നേ. ഓർത്തിരിക്കണേ. ഇത് ഇന്ത്യയുടെ 3ാമത്തെ കിരീടമാണെന്നും കൂടെ ഓർത്തിരിക്കുക. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്നത് 3ാമത്തെ തവണയാണ്. ന്യൂസിലാൻഡിനെതിരെയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഇപ്പോൾ ശനിയാണ്. ശനിക്ക് 274 ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റി കവൻട്രിയാണ്. ക്രിസ്റ്റി കവൻട്രി. ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്. അതിൽ നമ്പർ 1 കുറേ നാളുകളായിട്ട് ഫിൻലാൻഡ് തന്നെയാണ്. ഇന്ത്യയുടെ അതിലെ സ്ഥാനമാണ് നമ്മൾക്ക് പ്രധാനം. 118ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. ഓർത്തിരിക്കണേ, ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ഇന്ത്യ 118, 1ാമത്തത് ഫിൻലാൻഡ്. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. അപ്പം നഗരപ്രദേശങ്ങളിലെയാണ് ഇത് നക്ഷ എന്ന് പറയുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ വേറെ കാണും, എനിക്കറിയില്ല, ഞാനതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇത് നഗരപ്രദേശങ്ങളിലെയാണ് നക്ഷ. നായി തന്നെ ഉണ്ടല്ലേ, നക്ഷ നഗരം. ഓർത്തിരിക്കണേ, ഭൂവിവരങ്ങളാണേ. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് കൊച്ചിയിലാണ് ആരംഭിച്ചത്. കൊച്ചിയാണ്. ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ഇയർ 2024 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷൂട്ടിംഗ് താരം മനു ഭാക്കറാണ്. മനു ഭാക്കറുടെ കായിക ഇനം ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അപ്പം മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണ്. ഷൂട്ടിംഗ് ആണെന്ന് ഓർത്തിരിക്കുക, ഷൂട്ടിംഗ്. അടുത്തത് ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക്. അപ്പം അത് ലോക ജൂനിയർ എന്ന് പറയുമ്പം ഇതിൽ അണ്ടർ 20 വരുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർ 20 ലോക ചെസ് കിരീടം നേടിയത് പ്രണവ് വെങ്കിടേഷ് ആണ്. ആരാണ്? പ്രണവ് വെങ്കിടേഷ്. ഓർത്തിരിക്കണേ, പ്രണവ് വെങ്കിടേഷ്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ്. അപ്പം ഇതൊരു പുതിയ ആരംഭമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, അതിൻ്റെ പേരാണ് സ്പോർട്സ് ഗെയിംസ്. ഒളിമ്പിക്സിൻ്റെ തന്നെയാണ് സ്പോർട്സ് ഗെയിംസ്. അത് ആദ്യമായി നടക്കാൻ പോകുന്നത് റിയാദിലാണ്. സൗദി അറേബ്യയിൽ ആണെന്ന് ഓർത്തിരിക്കുക, റിയാദ്. എൻ്റെ സൗണ്ടിൽ എന്തോ ഒരു പ്രോബ്ലം കേട്ടോ, ഞാൻ എൻ്റെ ശബ്ദം ഒന്ന് ശരിയായിക്കോട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. അപ്പം നിലവിൽ സെബിയുടെ ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെ എന്ന് ഓർത്തിരിക്കാം. തുഹിൻ കാന്ത പാണ്ഡെ. അടുത്ത പൈസ ബോർഡ് ചെയർപേഴ്സൺ നിയമിതനായത്. ഇത് പൈസ എന്നൊന്നുമല്ല കേട്ടോ, ഇത് വേറെ എന്തോ സംഭവമാണ്. ടൈപ്പിങ്ങിനകത്ത് എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. സ്പൈസസ് എന്നാണ് കേട്ടോ, അത് ടൈപ്പിങ്ങിൽ വന്ന മിസ്റ്റേക്ക്, ഞാനത് ശ്രദ്ധിച്ചില്ല. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആയി നിയമിതയായത്. അപ്പോൾ നിങ്ങളതിന് സ്പൈസസ് എന്ന് ചേർത്ത് വായിക്കണം. സ്പൈസസ് എന്നാണ്, സ്പൈസസ് ബോർഡ്.
സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥാണ്. സംഗീത വിശ്വനാഥ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത് സ്പൈസസ് എന്നാണെന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കത് വായിക്കാൻ പറ്റുന്നു. അപ്പം നമ്മളത് എന്ത് ചെയ്യുന്നു, തിരുത്തുന്നു. സ്പൈസസ്. ഓക്കെ. അപ്പം സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി ലഭിച്ചു. അപ്പം നവരത്ന പദവി ലഭിച്ച ഇന്ത്യയിലെ 2 സെക്ടേഴ്സാണ് ഏത്? റെയിൽവേ കാറ്ററിങ്ങിൻ്റെയും റെയിൽവേ ഫിനാൻസിൻ്റെയും. നിങ്ങൾക്ക് ഈ നവരത്ന എന്തുവാണ് നവരത്ന എന്ന്? അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഈ ബജറ്റിന് ശേഷം വന്ന പുതിയൊരു ആവിഷ്കാരമാണ് നവരത്ന. നവരത്നം എന്ന് പറയുമ്പോൾ 9 ഇതല്ലേ, അപ്പോൾ 9 സെക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രത്യേക പദവിയാണ് ഈ നവരത്ന. അതായത് അതിൽ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഓട്ടോണമി, അതായത് അതിൻ്റെ നടത്തിപ്പ്, അതായത് അതിൻ്റെ പൊതുവായ ഘടനകളിലും അതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിലും ഒക്കെ വരുന്ന മികവിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് എന്ത്? നവരത്ന പ്രോജക്റ്റ്. അപ്പോൾ അതിലേക്ക് അതെന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ അത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആവണം. ഇന്ത്യൻ സെക്ടറിൽ, അതായത് ഒരു 9 സെക്ടറുകൾ, ഇതിലിപ്പോൾ നിലവിൽ ഇതിന് 2 കിട്ടിയേക്കുന്നത്, അങ്ങനെ 9 സെക്ടറുകൾക്കാണ് കൊടുക്കുന്നത്. ഗ്ലോബലി അട്രാക്ട് ചെയ്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും, ഇതിലേക്ക് വരും. അങ്ങനെയാണ് എന്ത് പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? നവരത്ന പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസത്തിനും റെയിൽവേ ഫിനാൻസിനുമാണ് എന്ത് കിട്ടിയേക്കുന്നത്? ഈ പദവി ലഭിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. കേന്ദ്ര ലോ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണയാണ്. ലോ സെക്രട്ടറിയാണ് പദവി, അഞ്ജു രതി റാണ. അടുത്ത ചോദ്യം നോക്കൂ. സ്വന്തമായ ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നത് അസമാണ്. അപ്പം സ്വന്തമായ ഉപഗ്രഹം കേരളത്തിനൊന്നുമില്ല. അപ്പോൾ എവിടെയുള്ളൂ ഇനി? അസത്തിനാണ് സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള ആദ്യ സംസ്ഥാനമാകാൻ പോകുന്നത്. 59ാം ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ലഭിച്ചത്. 59ാമത്തെയാണെന്ന് ഓർത്തിരിക്കുക. പുള്ളിക്കാരൻ്റെ ദേശം ഛത്തീസ്ഗഡ് ആണെന്ന് ഓർത്തിരിക്കുക, ഛത്തീസ്ഗഡ്. അപ്പം വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ആകാശഗംഗകളെക്കുറിച്ചുള്ള പഠനത്തിന് നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് സ്ഫിയറക്സ് എന്നാണ്. സ്ഫിയറക്സ് എന്ന് പറയും. ആകാശഗംഗ പറയും ഗാലക്സികളെ കുറിച്ച് പഠിക്കാനാണ് നാസ വിക്ഷേപിച്ചത്. പേര് സ്ഫിയറക്സ്. ഇന്ത്യയിൽ 58ാമത് കടുവ സങ്കേതമായി പ്രഖ്യാപിച്ച മധ്യപ്രദേശിലെ ദേശീയ ഉദ്യാനമാണ് മാധവ്. നമ്മളിതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, നാഷണൽ പാർക്കുകൾ പഠിക്കുമ്പോൾ ഒരു മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് മാധവ്. അതിൽ വന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഏത്? 58ാമത് കടുവ സങ്കേതമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം മധ്യപ്രദേശിൽ ഇപ്പോൾ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കടുവകൾ കണ്ടുവരുന്നുണ്ട്. കടുവ പ്രജനന കേന്ദ്രമൊക്കെ ഇപ്പോൾ മധ്യപ്രദേശിലുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് മാർക്ക് കാർണിയാണ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി. കാനഡ കാർണി ഓർത്തിരിക്കണേ. കാനഡ കാർണി. അതിനൊരു മാർക്കും കൂടെ കൊടുത്തു ഓർത്തിരിക്കുക. കാനഡയ്ക്ക് മാർക്ക് കൊടുത്തതാരാ? കാർണിയാണ്. ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഓക്കെ. അടുത്ത് നോക്കൂ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONE പുരസ്കാരം ലഭിച്ചവരാണ് MK സാനുവും M മുകുന്ദനും. അപ്പം ഇത് കൊടുക്കാൻ വൈകിപ്പോയ പുരസ്കാരമാണ്, അതിപ്പോൾ കൊടുത്തു. അത് MK സാനുവിനും M മുകുന്ദനുമാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ-എയർ റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ആണ്. അപ്പം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചുരുക്കി പറയുവാണെങ്കിൽ എങ്ങനെ പറയാം? വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5. ഇതിൽ ബാക്കി 4 രാജ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ. ഇതാണ് മറ്റ് 4 രാജ്യങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതിൽ 5ാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതയായത്, പുതിയ ധനകാര്യ സെക്രട്ടറി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അജയ് സേത്താണ്. അജയ് സേത്ത് പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത്. അപ്പം ധനം എന്ന് പറയുമ്പോൾ സ്വത്തല്ലേ, അപ്പോൾ സ്വത്തുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. അജയ് എന്താ സേത്ത്, സ്വത്തുക്കൾ നേടി ജയിക്കുന്നു എന്ന് ഓർത്തിരുന്നത് ധനകാര്യ സെക്രട്ടറി, ധനം സ്വത്ത് എന്നൊക്കെ ഓർക്കാം. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പം വനിത പുരുഷ 2 കബഡി ലോകകപ്പുകൾ നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഏതിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും
NSS നാഷണൽ സർവീസ് സ്കീം നടത്തുന്നതാണ് ഇത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ഓർത്തിരിക്കല്ലോ. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് അത് എക്സൈസിൻ്റെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും NSSൻ്റെയും കൂടെ ചേർന്നാണ്. അത് ഓർത്തിരി നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ NSSന് ചേരുന്നത്. അപ്പോൾ സ്കൂൾ അത് ഓർത്തിരുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. ഇതെന്താണ്? എക്സൈസ് വകുപ്പിൻ്റെയാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. എക്സൈസ് എപ്പോഴും തന്നെ വളരെ ക്ലീൻ ആണെന്ന് ഓർത്തിരുന്നത്. ക്ലീൻ സ്ലേറ്റ്. മറ്റേ നമുക്കറിയാം NSSലൊക്കെ ചേരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യില്ല, അറിയാത്ത കാര്യങ്ങൾ കുറേ പഠിക്കും. നമ്മൾ കുറേ വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സ് തന്നെ മാറുന്നു. നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഓർത്തിരുന്നാൽ മതി. NSSലൊക്കെ ചേരുമ്പോൾ അതായത് വിദ്യാഭ്യാസമൊക്കെ കിട്ടും, എന്ത് ചെയ്യും, ലൈഫ് ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കും. അടുത്ത ചെന്നത് ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പം നമുക്കറിയാം ഒരുപാട് ലഹരി കേസുകളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് അറസ്റ്റിലാവുന്നുണ്ട്, കൊലപാതകങ്ങൾ പത്രം തുറന്നാൽ നമുക്ക് ഇതൊക്കെ കേൾക്കാനുള്ളൂ, TV തുറന്നാൽ ഇതൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ഭാഗമായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, പ്രതികരിക്കണം. അല്ല നമ്മുടെ വീട്ടിലായാലും നമ്മുടെ പ്രദേശത്തായാലും എവിടെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, അതൊക്കെ തക്കതായിട്ട് അധികാരികളെ അറിയിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ കേരളം എന്ത് ചെയ്യുന്നുണ്ട്, AI വരെ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളം ഓർത്തിരിക്കണേ. ഓസ്കാർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ജീൻ ഹാക്ക്മാൻ അന്തരിച്ചു. ഇനി കുറച്ച് ചരമവാർത്തകളാണുള്ളത്. അപ്പോൾ നോക്കൂ, ഈ അടുത്തിടയ്ക്ക് അന്തരിച്ച ഓസ്കാർ ജേതാവാണ് ഏത്, ജീൻ ഹാക്ക്മാൻ. അതുപോലെ തന്നെ ബോക്സിംഗ് ഇതിഹാസ താരമായിരുന്ന ജോർജ് ഫോർമാനും എന്ത് ചെയ്തു, അന്തരിച്ചു. അദ്ദേഹം ബോക്സിംഗ് താരമായിരുന്നു ജോർജ് ഫോർമാൻ. അടുത്ത വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായിരുന്ന വ്യക്തി ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ബോറിസ് സ്പാസ്കിയാണ്. ബോറിസ് പാസ്കി ചെസ് താരമായിരുന്നു, റഷ്യക്കാരനായിരുന്നു ബോറിസ് പാസ്കി. ഓർത്തിരിക്കണേ. അപ്പോൾ 3 പേര് ഓർത്തിരിക്കുമല്ലോ. ജീൻ ഹാക്ക്മാൻ. അപ്പോൾ ഓസ്കാറിലാണ് ജീൻ ഹാക്ക്മാൻ ഓസ്കാർ പുരസ്കാരമാണ് ലഭിച്ചത്. ഓസ്കാർ ഹാക്ക് ചെയ്തു ഓർത്തത്, ഓസ്കാർ എന്ത് ചെയ്തു, ഹാക്ക് ചെയ്തു. അടുത്ത ബോക്സിംഗ് താരമായിരുന്നു ജോർജ് ഫോർമാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഗുസ്തി താരം, നമ്മൾ ഫയൽമാൻ എന്നൊക്കെ പറയുന്നല്ലേ, ഫോർമാൻ എന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ ചെസ്സാണ് ബോറിസ് പാസ്കി ചെസ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് അറിയാമോ? ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം അതൊരു കപ്പലാണ്, INS ഗുൽദാറിലാണ്. INS ഗുൽദാർ. ഒരു അധികമത്തി വന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. INS ഗുൽദാർ എന്ന് ഓർത്തിരിക്കുക. INS ഗുൽദാർ അണ്ടർ വാട്ടർ മ്യൂസിയമാണ്. ചൊവ്വയിൽ പുരാതന കാലത്ത് കടലുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയ ചൈനയുടെ റോവറാണ് ഷറോങ് റോവറാണ് ചൊവ്വയിൽ കടലുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. ഓർത്തിരിക്കണേ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, റിപ്പീറ്റ് അറിയാം. നിങ്ങൾക്ക് കറണ്ട് അഫെയർ ആണ്, നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണും. നിങ്ങൾ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഫോണൊന്ന് ഓണാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുന്നത് നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മാത്രം മതി, നിങ്ങളത് വായിക്കുക പോലും വേണ്ട. ഇനി അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കണം എന്നുള്ളവർ എന്ത് ചെയ്യാം, ഇപ്പം തന്നെ എന്നോട് 2 തവണ വായിച്ച് പോയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഉത്തരം എഴുതാൻ പറ്റും. അപ്പം ഇത്തരം ചോദ്യമല്ല ഇനിയും ഉണ്ട്, നമുക്ക് അതും കൂടെ ഒക്കെ നമുക്ക് നോക്കാം. ഒരു 10 ചോദ്യം കൂടെ കാണും. 2025 ഓസ്കാർ പുരസ്കാരങ്ങളാണ്. അപ്പം നമുക്കറിയാം ഓസ്കാർ പ്രഖ്യാപിച്ചു, നമ്മൾ കണ്ടതാണ്. അതിൽ കുറേ അവാർഡുകളുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. മികച്ച ചിത്രമാണ് അനോറ. മികച്ച ചിത്രം അനോറ. മികച്ച നടൻ അഡ്രിയൻ ബ്രാഡി, ദ ബ്രൂട്ടലിസ്റ്റ്. ഇത് നമ്മൾ ഗോൾഡൻ ഗ്ലോബ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്ത സമയത്തൊക്കെ ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ ആളുകൾക്ക് തന്നെയാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പഠിക്കും കുറേ എളുപ്പം കാണും. ഗോൾഡൻ ഗ്ലോബ് പഠിച്ചവർക്ക് ഇത് കേൾക്കുമ്പോൾ എളുപ്പം കാണും. അഡ്രിയൻ ബ്രാഡി, അത് നമ്മൾ കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അഡ്രിയൻ ബ്രാഡി, ദ ബ്രൂട്ടലിസ്റ്റ് ആണ് ഫിലിം. അനോറയാണ് മികച്ച ചിത്രം, അഡ്രിയൻ ബ്രാഡി മികച്ച നടൻ. പക്ഷേ ഗോൾഡൻ ഗ്ലോബിൽ വരുമ്പോൾ മികച്ച ചിത്രം വരുന്നത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. അതിൽ മികച്ച നടൻ വരുന്നത് അഡ്രിയൻ ബ്രാഡി തന്നെ. പക്ഷേ ഇതിൽ ഓസ്കാറിൽ അനോറയ്ക്കാണ് മികച്ച ചിത്രം കിട്ടിയത്. ഓർത്തിരിക്കും. അടുത്ത മികച്ച നടി മൈക്കി മാഡിസൺ. മികച്ച നടിയാകുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് മൈക്കി എടുക്കണ്ടേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മൈക്കി മാഡിസൺ, അത് അനോറയിലാണ് ലഭിച്ചത്. അനോറയിൽ. മികച്ച സംവിധായകനാണ് ഷോൺ ബേക്കർ. അപ്പോൾ സംവിധാനം ചെയ്യണമെങ്കിൽ എന്താ, നല്ലപോലെ ഒരു ബേക്കറി ഉള്ള ആളെ സംവിധാനം ചെയ്തെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഷോൺ ബേക്കർ. അതായത് ബേക്കറി എന്ന് പറയുമ്പോൾ ഒരു ബേക്കറി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതൊരു സംവിധാനത്തിൽ അങ്ങ് ഓടിപ്പോവല്ലേ. അപ്പോൾ ബേക്കറിയാണ് സംവിധായകൻ എന്ന് ഓർത്തത്. ഷോൺ ബേക്കർ. അനോറയ്ക്കാണ് ലഭിച്ചത്. നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ട നടൻ അഡ്രിയൻ ബ്രാഡി, ദ ബ്രൂട്ടലിസ്റ്റിനെ ലഭിച്ചത് ഓർത്തിരിക്കുക. അടുത്ത മികച്ച സഹനടൻ
കീരൻ കൾക്കിങ് സലഹീരി ഇഴക്കാണ് മികച്ച നടനുള്ള അവാർഡ് നഷ്ടപ്പെട്ട് പുള്ളിക്കാരന് കിട്ടിയത് സഹനടനുള്ള അവാർഡ്. അതാണ് കീരൻ കൾക്കിങ് എന്ന് പറഞ്ഞത്. നമ്മൾ ഗോൾഡൻ ഗ്ലോബ് പറഞ്ഞപ്പോൾ ഇതുപോലൊക്കെയുള്ള കോഡുകൾ അവിടെ പറഞ്ഞത്. ദ റിയൽ പെയിൻ അതാണ് ഫിലിം. അത് ശരിക്കും ഒരു റിയൽ പെയിൻ തന്നെ അല്ലേ, നടൻ കിട്ടാതെ സഹനടൻ ആയിപ്പോയി, അപ്പോൾ അതൊരു റിയൽ പെയിൻ ആണ്. മികച്ച സഹനടി സോയി സൽദാനയാണ്, സോയി സൽദാന. അപ്പം നടി ഏതായിരുന്നു? മൈക്കി, എല്ലാവരെയും മൈക്കി എടുത്തല്ലേ മികച്ച നടി. അടുത്ത മികച്ച സഹനടി ആകുമ്പം സോയി സൽദാന എന്ത് ചെയ്തു? സോപ്പ് ഇട്ട് തിന്നു ഓർത്തിരുന്നത്. സഹനടി ആവാൻ വേണ്ടി സോപ്പ് ഇട്ട് തിന്നു, സോയി എന്ന് ഓർത്തിരുന്നത്. സോയി സോറിന്നോ അല്ലെങ്കിൽ സോപ്പ് എന്നോ അങ്ങനെ ഓർത്തിരുന്നത്. അതിൻ്റെ ചിത്രമാണ് എമിലിയ പെരിസ്, എമിലിയ പെരിസ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഒന്ന് വായിക്കണം, സ്ക്രീൻ പോസ് ചെയ്തിട്ട് 2 തവണ ഒന്ന് വായിക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകുക. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ്. കടമ്മനിട്ട പുരസ്കാരം എം ലീലാവതി. അടുത്തത് ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഓസ്ലോട്ട്. അപ്പോൾ ആമസോണിൻ്റെ പുതിയ കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഓസ്ലോട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, IT-യിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഓസ്ലോട്ട് എന്ന് ഓർത്തിരിക്കുക, ഓസ്ലോട്ട്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2025 ഹരിത ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പം ആദ്യമായിട്ടാണ് ഒരു ഹരിത ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതേതാണ്? രാജസ്ഥാനാണ്, രാജസ്ഥാൻ. കേരളത്തിലെ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാടാണ്. ISO അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ് ഏറനാട്, മലപ്പുറം ജില്ല. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭയാണ്. ഇത് ആദ്യമേ പറയേണ്ട ഒരു പോയിന്റ് ആയിരുന്നു നമ്മൾ, അത് പക്ഷേ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ അത് അവസാനമായിപ്പോയി. അപ്പോൾ രഞ്ജി ട്രോഫി വിദർഭയാണ്. വിദർഭ ഏത് ടീമിനെതിരെയാണ് കളിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിനെതിരെയാണ് കേട്ടോ. കേരളത്തിന് കുറേ വർഷങ്ങൾക്ക് ശേഷം കേരളം ഫൈനലിൽ വന്നതായിരുന്നു. പക്ഷേ കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയികളാകാൻ പറ്റിയില്ല. വിദർഭയാണ് വിജയിച്ചത്. 2025 ഫെബ്രുവരിയിൽ ഫ്രാൻസിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഗാരൻസ്. ഫ്രാൻസിലാണ് ഗ്യാരൻസ്, ഫ്രാൻസ് ഗ്രാൻസ് എന്ന് ഓർത്തിരുന്നത്. ഫ്രാൻസ് ഗ്രാൻസ്, അതിനെ ഗ്യാരൻസ് എന്ന് കിട്ടിക്കോളും. ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ച കമ്പനിയാണ് വോൾവോ ട്രക്സ്. അപ്പം നമുക്കറിയാം ട്രെയിൻ ഓടുന്നത് ട്രാക്കിൽ കൂടെ അല്ലേ, ഇത് റോഡിൽ കൂടെ ആക്കിയവർ. റോഡ് ട്രെയിൻ വോൾവോ ട്രക്സ്. നമുക്കറിയാം വോൾവോ ബസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കൂടിയ ബസ്സല്ലേ വോൾവോ. അപ്പം അത് റോഡിൽ കൂടെ ഓടുമ്പോൾ ഭയങ്കര ഒരു ഗുമ്മല്ലേ. അപ്പോൾ ഒരു ട്രെയിൻ റോഡിൽ കൂടെ ഓടുമ്പോൾ എങ്ങനെ ഇരിക്കും, ഭയങ്കര ഗുമ്മൊക്കെ കൊടുക്കണം. അതിൻ്റെ പേര് വോൾവോ ട്രക്സ് എന്നോർത്തിരിക്കും. അടുത്തത് 2025 മാർച്ചിൽ നാസ വിജയകരമായി ചന്ദ്രനിൽ ഇറക്കിയ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ്. അപ്പം നാസ ചന്ദ്രനിൽ ഇപ്പോൾ ഒരു പേടകം ഇറക്കിയിട്ടുണ്ട്, അതാണ് ബ്ലൂ ഗോസ്റ്റ്. ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകം എഴുതിയത് ലെനയാണ്, ലെന. 2025 യൂറോപ്യൻ പ്രതിരോധം ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രിട്ടനാണ്. 2025 യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രിട്ടൻ. ശ്രദ്ധിക്കണേ. 2025 മാർച്ചിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരമാണ് സ്റ്റീവ് സ്മിത്ത്. അപ്പം ഓസ്ട്രേലിയൻ താരമാണ് സ്റ്റീവ് സ്മിത്ത് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2025 മാർച്ച് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി ഉത്തരേന്ത്യ രാജ്യം അമേരിക്കയാണ്. അപ്പം ഇപ്പോൾ അമേരിക്കയിൽ ഔദ്യോഗിക ഭാഷയായിട്ട് പുറത്തിറക്കിയത് ഇംഗ്ലീഷാണ്. ഓക്കെ, ഇംഗ്ലീഷ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഉറുഗ്വേയുടെ പുതിയ പ്രസിഡൻ്റായി ചുമതലയേറ്റത് യമൂണ്ടോ ഓർസിയാണ്, യമൂണ്ടോ ഓർസി. അപ്പം ഉറുഗ്വേയുടെ പ്രസിഡൻ്റാണ് യമൂണ്ടോ ഓർസി. ഉറുഗ്വായ് ഓർസി ഓർത്തിരിക്കണേ, ഉറുഗ്വ ഓർസി ഓർത്തിരിക്കുമല്ലോ. അപ്പം ഇത്രയും ചോദ്യങ്ങൾ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കേട്ട് നോക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം ഇല്ല, ഞാനിനി ഈ മാർച്ചിൽ വീഡിയോ ഇത് ഇടുന്നില്ല. നമ്മൾ ടെലഗ്രാമിലെങ്ങാണോ ഇതിൻ്റെ PDF അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. ഇനി നമ്മൾ ഏപ്രിൽ തുടങ്ങിയോണ്ട് ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് നമ്മളിടും. അപ്പോൾ ആ വീഡിയോയിൽ ഇനി കാണാം.